കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമും പ്രൊഫസർ വിജയശങ്കർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഗൗതം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും രീതിയിൽ ഇനി എന്റെ നന്ദയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാട്ടല്ലോ, ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല. പഴയ കേസുകളൊക്കെ ഞാനോട് കുത്തിപ്പൊക്കും. പിന്നെ നിങ്ങളുടെ സ്ഥാനം ജയിലിലായിരിക്കും. നാണം കെട്ട് തൊലി എഴുതി നിങ്ങളെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിടൂന്ന് പറയാ. ഇത് കേട്ടത് പെട്ടെന്ന് പ്രൊഫസർ വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത് ഗൗതം എന്ന് പറയാണ്. എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതാ ഞാൻ പോട്ടെ നീലപ്പന്മാനെ എന്ന് പറയാണ്. ഇത് കേട്ട് നാണം കേട്ട് തല താഴ്ത്തി നിൽക്കുവാണ് വിജയശങ്കർ. പിന്നീട് കാണിക്കുന്ന വിജയശങ്കറുടെ അരിയിലേക്ക് നന്ദ വരുവാണ്. അപ്പൊ നന്ദയോട് ചോദിച്ചു, അല്ല അസൈൻമെന്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ലേന്ന് ചോദിക്കും. കൊണ്ടുവന്ന് സാർ നിങ്ങൾക്ക് തരാൻ പറയാണ്. അല്ല സാർ, അത് ഞാൻ തിരുത്തിയിട്ടില്ല, ഞാൻ വേറെ മാറ്റി എഴുതിയിട്ടില്ലെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, അതിങ്ങോട്ട് തന്നാ മതി എന്ന് പറയും. പിന്നീട് പ്രൊഫസർ അത് നോക്കുവാണ്. അല്ല സാർ, അതിനകത്ത് ഒരു വരി പോലും തിരുത്തിയിട്ടില്ല. എടോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, ഇതേ ഞാൻ അടുത്ത് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടോ നന്ദയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ല എന്താ സാർ ഇങ്ങനെ, സാറ് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെനിക്ക് അപ്പം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴതൊക്കെ നീങ്ങിയെന്ന് പറയാം. പക്ഷെ നന്ദയ്ക്ക് മാത്രം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല. അല്ല താൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി പറയാറുണ്ടോ നിൽക്കും. ഉണ്ട് സാർ, എല്ലാ കാര്യങ്ങളും പറയാറുണ്ടെന്ന് പറയാ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അന്നെനിക്കൊരു കാര്യം ചെയ്യണം, അസൈൻമെന്റ് സൈൻ ചെയ്ത് തന്ന കാര്യം അതും കൂടെ പോയി അദ്ദേഹത്തിനടുത്ത് പറഞ്ഞോളാൻ പറയണം. അതൊക്കെ ഉറപ്പായിട്ട് ഞാൻ പറയാൻ സാറെന്ന് പറയണേ. കാരണം അങ്ങനെ പറഞ്ഞാലേ തനിക്ക് പിടിച്ചെടുപ്പുള്ളെന്ന് വിജയശങ്കറിനും മനസ്സിലായി. പിന്നീട് നന്ദ പറഞ്ഞു, എന്നാ ശരി സാർ, ഞാൻ അങ്ങനെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. അങ്ങനെ നന്ദയെ കൊണ്ട് ഇറങ്ങി പോവാണ്. ഈ സമയം വിജയശങ്കർ പറഞ്ഞു, നീയും നിന്റെ ഭർത്താവും കൂടെ നോവിച്ചിട്ടൊരു മൂർഖനെയാന്നുള്ള കാര്യം നീ മറന്നുപോയി. പക്ഷെ അധികം വൈകാതെ നിനക്കൊട്ടൊരു പണി ഞാൻ തന്നിരിക്കുമെന്ന് മനസ്സിൽ പറയുവാണ്. പിന്നീട് കാണിക്കുന്ന ഗോതം സിറ്റൗട്ടിൽ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രഭുറാവ് അങ്ങോട്ട് വരുന്നത്, പിങ്കിയുടെ അച്ഛൻ. അങ്ങനെ പിങ്കിയുടെ അച്ഛനെ കണ്ടത് പറഞ്ഞു, ആഹാ അങ്കിളോ, വാ അങ്കിളെ എന്ന് പറയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാം. വിശേഷങ്ങൾ അവിടെ അല്ലല്ലോ, വിശേഷങ്ങൾ മൊത്തം ഇവിടെ അല്ലേ എന്ന് ചോദിക്കുക. എന്താ എന്താ അങ്കിള അങ്ങനെ പറഞ്ഞേ, അങ്കിളുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? വല്ലാതിരിക്കണേ എന്താണോ, അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ മോളാണ്, പുന്നാരിച്ച് വളർത്തിയതാ. അവൾക്ക് അങ്ങനെ ഒരു ജീവിതത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ വന്ന് ചോദിക്കേണ്ട ആളാ, അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയും. അല്ലെങ്കിലെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായെന്നാ പറഞ്ഞ പിങ്കിക്ക്? ഒരു പ്രശ്നം ഉണ്ടായില്ല അല്ലേ? അല്ല ഗൗതം ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്, ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഗൗതം അറിഞ്ഞില്ലേ നിൽക്കും. സാർ, ഇവിടെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല പിങ്കിക്ക്. പിന്നെ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. സാർ ഒരു കാര്യം ചെയ്യാം, അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ പ്രഭുറാമിനെയും കൂട്ടി അകത്തേക്ക് നമ്മൾ കയറി പോകണം. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മോഹിനിയും നന്ദേ എല്ലാവരും വന്നു. അർജുനും നയനെ മാത്രം വന്നില്ല. ഈ സമയത്ത് അരുന്ധതി ചോദിച്ച, എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്താന്ന് ചോദിക്കുക. അതോ, ഇവിടെ അതുപോലത്തെ വലിയ പ്രശ്നങ്ങളൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നു കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, അല്ല ഇവിടെ എന്ത് പ്രശ്നം നടന്നെന്നാ? ഒന്നും നടന്നില്ലല്ലേ? അതെ, പിങ്കിമോൾ എന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഇവിടുത്തെ വില എന്താ? അവൾ ഇവിടെ ഒരു വെറുതെക്കാരി, ഒരു വേലക്കാരിയെ പോലെ അവളിപ്പോ ജീവിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കുക. ഈ സമയത്താണ് അർജുനും നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കണ്ട് പ്രഭുറാം ഒന്ന് നോക്കുവാണ് അവരെ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ രണ്ടുപേരും കൂടെ വരുന്നേ. പെട്ടെന്ന് അർജുൻ വന്ന് ചോദിച്ചു, അല്ല അച്ഛൻ എപ്പോ വന്നെന്ന് ചോദിക്കണം. ഞാൻ വന്നിട്ട് 10-55 വർഷമൊക്കെ ആയെന്ന് പറയാണ്. ഇത് കേട്ടും അർജുന്റെ മുഖം ഒന്ന് വാടി. അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നല്ലത് ഏതാ ചീത്ത ഏതെന്ന് കണ്ടാൽ തിരിച്ചറിയാനുള്ള പ്രായം പക്വതയൊക്കെ എനിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവളെ വന്ന് സഹായിക്കേണ്ട കടമയും എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ മകള് വിളിച്ചിട്ട് ഞാൻ വന്നേന്ന് പറയണം. പെട്ടെന്ന് അർജുൻ ചോദിച്ചു, അല്ല സാറിന്റെ മകളെന്ന് അച്ഛന്റെ മകളെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പിങ്കിനെ അല്ലേന്ന് ചോദിക്കുകയാണ്. അതെന്താ അർജുൻ നിനക്കൊരു സംശയം? എൻ്റെ മകൾ ഈ പിങ്കി മാത്രമേ ഉള്ളൂ, പക്ഷേങ്കിൽ അർജുന് വേറെ ഭാര്യമാരുണ്ടോ അതെനിക്ക് അറിയില്ല എന്ന് പറയാണ്. അർജുന്റെ ഭാര്യ പിങ്കി തന്നെ അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, എന്താ വെച്ചാ അങ്ങനെ ഒരു മുന വെച്ചൊരു സംസാരം? അതെ, എനിക്ക് പിങ്കി മാത്രം ഭാര്യയായിട്ടുള്ളെന്ന് പറയണോ? ഓ അങ്ങനെയാണല്ലേ. എന്നിട്ടോ നീ ഒരു ഭർത്താവിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ അർജുന ചോദിക്കുകയാണ്. ഇത് കേട്ടോ അർജുൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അതാദ്യം ഭാര്യയോട് ചോദിക്കുക, ഭാര്യയുടെ ഒരു കടമകളൊക്കെ അവൾ ചെയ്യുന്നുണ്ടോന്ന്, അവൾ എന്താ അവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നേന്ന്. അങ്ങനെ പറയരുത്. നീ ഇവിടെ ഇല്ലാത്ത സമയത്തും നിന്റെ ഭാര്യ പദവി അലങ്കരിച്ചുകൊണ്ടിരുന്ന ആളാരാന്നറിയോ? പിങ്കിയാണ്. ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ആൾ ഇന്ന് വരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ടോ അർജുൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ.
അച്ഛൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിവിടെ ഇല്ലാത്ത സമയത്തും പിങ്കി ഇവിടെ സുഖത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചിരുന്നത്. ഈ സമയം പ്രഭറാൻ പറഞ്ഞു, പിന്നെ എന്താടാ കുഴപ്പം? കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നീ ഊര് തണ്ടാൻ ഇറങ്ങിയതല്ലേ, പക്ഷെ അപ്പോഴും എന്റെ മോളിവിടെ പിടിച്ചു നിന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോ അർജുൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അത് ഊര് തണ്ടാൻ ഇറങ്ങി, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാ തെണ്ടാൻ ഇറങ്ങിയാന്ന് അറിയാലോ, അത് മോളോട് തന്നെ വിസ്തമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇവിടെ കഴിഞ്ഞവനാ ഞാൻ. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൂടെ അങ്ങോട്ട് തകിടം മറിഞ്ഞെന്ന് പറയാ. ഞാൻ കൂടുതലൊന്നും പറയിപ്പിക്കണ്ടല്ലോ. ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്ക്, അവൾ ഉത്തരം പറയട്ടെ എന്ന് പറയണ. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അതെ അച്ഛാ, വെറുതെ എന്തിനാ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അച്ഛൻ ഇവിടെ വന്ന എന്തിനാ? ആ കാര്യം മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയാ. പെട്ടെന്ന് പ്രഭുരാൻ ചോദിച്ചു, അല്ല പിങ്കിയല്ല നിന്റെ ഭാര്യ, പിന്നെ നീ എന്തിനാ എപ്പം നോക്കിയാൽ ഈ പെണ്ണിന്റെ ഒപ്പം നടക്കണേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, ഇവളെന്റെ മുറപ്പെണ്ണായിരുന്നു. മുറപ്പെണ്ണിനേക്കാൾ ഉപരി എന്റെ അപ്പച്ചിയുടെ മോള്. ചെറുതിലേ മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടർന്ന് പോരുമെന്ന് പറയണം. അതൊക്കെ സമ്മതിച്ചു, പക്ഷെ ഇപ്പൊ അവള് ചെറിയ കുട്ടിയല്ല, വളർന്ന് വലുതായി. ആ ചിന്ത നിനക്ക് ഉണ്ടായില്ലേന്ന് ചോദിക്കണം. അതൊക്കെ എനിക്കുണ്ട്. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാനിവിടെ ജീവിക്കണേന്ന് പറയാം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, വെറുതെ പറയുന്ന വെച്ചാ അതെ, ചോറിനാ നേരത്തെ ചോറ് വാരി കൊടുക്കുന്നു, ജോഗിങ്ങിന് പോകുന്നു. അതെ, എന്തിനേറെ പറയുന്നത്, കെട്ടിപ്പിടിച്ചിലൂടെ നടക്കണോ? പിന്നെ അതിനേക്കാൾ ഉപരി മുറിയിലേക്ക് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഒരു മര്യാദ ഇല്ലാതെ. ഇതൊക്കെ ഒരു ഭാര്യ എന്ന നിലയിൽ എത്രയെന്ന് വെച്ചാൽ ഞാൻ കണ്ടും കേട്ട് നിൽക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് അർജുന മുഖം അങ്ങോട്ട് മാറി. പ്രഭുറാം പറഞ്ഞു, മറുപടി പറയടാ, നിനക്ക് എന്തോന്നും മറുപടി പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അരുന്ധതി പറഞ്ഞു, എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പിങ്കിയുടെ അച്ഛ, നമുക്ക് പരസ്പരം പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ, അതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടതും സുമംഗല പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറയാൻ വരട്ടെ. ഇത്രയും കാലം ഇവളെ ഞങ്ങൾ സഹിച്ചു, കാരണം ഇവളെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലായിരുന്നു. എന്റെ അർജുനെ എന്നെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. എത്രമാത്രം കണ്ണീര് കുടിപ്പിച്ചെന്ന് അറിയാവോ? എന്റെ മോൻ ഇപ്പോഴും ശരിക്കും സന്തോഷിച്ചു വരുന്നേ. പിന്നെ എല്ലാരും പറഞ്ഞു കണക്ക് ഇവിടെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല നായനെ. അവള് അർജുന്റെ മുറപ്പെണ്ണാണ്. എന്തുകൊണ്ടും അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ അർജുന് പറ്റിയാണ്. പക്ഷെ അന്ന് എന്തുകൊണ്ട് ആ വിവാഹം നടന്നില്ല? ഇത് കേട്ട അർജുൻ പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ ഇപ്പോഴും പറയുന്നേ? പറയണോടെ മോനെ, പറയാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാരും കൂടെ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നീ ആരോടും ഒരു പരാതി പറയാനോ പരിഭവം പറയാനോ പോയിട്ടില്ല. നീ അതെല്ലാം പിടിച്ചു നിൽക്കുമായിരുന്നു ആ സമയത്തല്ല. പക്ഷെ ഇപ്പാണ്ട് ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിങ്കി വന്നിരിക്കുന്നു. അവൾക്ക് ഇത് എന്തിന്റെ കേടാന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. പ്രഭുറാം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയണം. നന്ദ പെട്ടെന്ന് പറഞ്ഞു, എന്താ ഇവിടെ ഇങ്ങനെ പരസ്പരം സമാധാനത്തോടെ ഒരു ചർച്ച ചെയ്തൊരു കാര്യം തീരുമാനിക്കാനുള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. ഗൗതം പറഞ്ഞു, ശരിയാണ്, എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക, അതിന് പകരം അത് കെടുത്താൻ നോക്കുമല്ല എല്ലാവരും ശ്രമിക്കുന്നത്. ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം സുമംഗല പറഞ്ഞു, അല്ല ഇത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലേ, എനിക്കും കുറച്ചൊക്കെ പറയാനുണ്ടെന്ന് പറയണം. അർജുൻ പറഞ്ഞു, അമ്മ വേണ്ട, എങ്ങനെ പറയാതിരിക്കൂടാ, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് പറയും. കാരണം പിങ്കിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും ഇഷ്ടമില്ല. പിങ്കിക്ക് എങ്ങനെയും പോയാൽ മതിയെന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിങ്കിനെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. പിങ്കി പോയിക്കോട്ടെ, എങ്ങോട്ടാണ് വേണേലും അവള് പോയിക്കോട്ടെ എന്ന് പറയാ. ഇതോടെ കേട്ടപ്പോ പ്രോഗ്രാമിന് സങ്കടോ ദേഷ്യം. ഓഹോ, അപ്പൊ എന്റെ മോൾക്ക് ഇവിടെ ഒരു വിലയില്ല. നിങ്ങൾ നിങ്ങളുടെ നയനെയാണ് മരുമോളായിട്ട് ഇവിടെ കയറ്റാനായിട്ട് പോകുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും സുമംഗല പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുപോലും ചെയ്യും. പിങ്കിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാൻ പറയണ. ഇത് കേട്ടതും പ്രഭുറാം പറഞ്ഞു, അതെ വിളിച്ചോണ്ട് പോകാൻ തന്നെ വന്നേ. മോളെ പിങ്കി, നീ പോയി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാ, നമുക്ക് ഇറങ്ങാന്ന് പറയണം. പിങ്കി പെട്ടെന്ന് പറഞ്ഞു, അച്ഛാ അത് ഞാൻ കൂടുതലൊന്നും പറയണ്ട, പറയാൻ നിങ്ങളുടെ അനുസരിച്ചാൽ മതി, ഇപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറയണം. പിങ്കി അങ്ങോട്ട് കയറി പോവാണ്. പിങ്കി അങ്ങോട്ട് പോയിട്ട് മുറിയിലേക്കല്ല പോയത്, ബാൽക്കണി പോയി താഴേക്ക് നോക്കി നിൽക്കുവാണ്. കാരണം പിങ്കിക്കാണെങ്കിൽ അവിടെ വിട്ടുപോകാനായിട്ട് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പിങ്കിക്കറിയാം എവിടുന്ന് പോയാൽ തനിക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ. ഈ സമയം അർജുനും ബാക്കി എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുകയാണ്. അർജുന്റെ മനസ്സിൽ പിങ്കി ഇപ്പോഴും ഉണ്ട്, പക്ഷെ എങ്കിലും പിങ്കിയാണെന്ന് മനസ്സിലാക്കാതെ. അങ്ങനെ കുറെ സമയം കാണാഞ്ഞിട്ട് പിങ്കിനെ കാണാതെ വന്നപ്പോൾ പ്രഭുറാം അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ ബാൽക്കണിന്റെ അവിടെ പിങ്കി നിൽക്കുന്നുണ്ട്. അല്ല മോളെ, നിന്നോട് ഞാൻ റെഡിയാൻ പറഞ്ഞിട്ട് നീ എന്താ റെഡിയാവാത്തേന്ന് ചോദിക്കുക. ഞാൻ ഇല്ല അച്ഛാന്ന് പറയുന്നത്. നീ ഇല്ലേ? അപ്പൊ പിന്നെ ഞാനെന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ, മോൾ എന്തിനാ ഇവിടെ രണ്ടാം തരക്കാരിയായിട്ട് കിടക്കുന്നേ? മോൾ അങ്ങോട്ട് വാ, നമുക്ക് വേണ്ടി ഡിവോഴ്സ് മേടിച്ചിട്ട് വേറെ വിവാഹം നടത്താന്ന് പറയും. അതിന്റെ ആ കാര്യമൊന്നും ഇല്ല അച്ഛാ, ഞാൻ എന്തായാലും വരത്തില്ല. ഈ പ്രശ്നം സോൾവ് ചെയ്യാനാ ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചേ, അല്ലാതെ ഈ പ്രശ്നം വലുതാക്കിയിട്ട് എന്നെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി അല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോണില്ല എന്ന് പറയാ. പെട്ടെന്ന് പ്രോഗ്രാം പറഞ്ഞു,
അങ്ങനെ പറയരുത് മോളെ, നീ പറഞ്ഞോണ്ടല്ലേ എല്ലാവരും മുന്നിൽ ഞാനായിരിക്കും നാണം കിടാൻ പോകുന്നത്. ഇപ്പൊ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നാണം കിടുമെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല. അർജുനെ അങ്ങനെ അവൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ എങ്ങനെ അവിടെ ഒന്ന് സമാധാനത്തോടെ നിൽക്കുന്നേ? ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയണം. ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടമാണെങ്കിൽ ആ നടക്കട്ടെ എന്ന് പറയണം. ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അർജുൻ്റെ കൈ ചെന്നിട്ട് പറഞ്ഞു, എന്താ അർജുൻ ഇങ്ങനെയൊക്കെ? നിനക്ക് പിങ്കിയായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചുകൂടെ? അവളുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിക്കൂടെ? നിൽക്കുക അവളുടെ പ്രശ്നങ്ങൾ അത് ഈ ആണ്ടി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവൾ എന്നെ ഭർത്താവായിട്ട് ഇതിനായിട്ടും കണ്ടിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെ, എന്നാലും ഒരെന്നാലും ഇല്ല. അവളെ ഈ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ സങ്കല്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഏട്ടത്തി പറയുന്ന കണക്ക് പെട്ടെന്ന് അവിടെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും ഏട്ടത്തി കാണുന്ന കാര്യങ്ങളിലെ ഞാൻ പ്രത്യേകിച്ച് പറയണോന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, ജീവിതമാകുമ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പണ്ടത്തെ പോലെ അല്ല, പിങ്കിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതെന്താ അർജുൻ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. ഇത് കേട്ട അർജുൻ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ മനസ്സ് മാറ്റാൻ ഏട്ടത്തി നോക്കണ്ട, അതൊരിക്കലും മാറില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.